മക്കളെ, വർണിത മിസ് ആണ്. സോ നമ്മുടെ ഇസാറ്റ് 3.0 കേരളത്തിലെ 14 ജില്ലകളിലും സെന്റേഴ്സ് ആയിട്ട് ജാനുവരി 4 നടത്തുകയാണല്ലോ. സോ നിങ്ങൾ ഇസാറ്റിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഓൾറെഡി നമ്മുടെ ഹാൾ ടിക്കറ്റ് എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ എക്സാമിന് വരുന്ന സമയത്ത് കുറെ പേര് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. മിസ്സേ, ഹാൾ ടിക്കറ്റ് കൊണ്ടുവരണോ, അതിനകത്ത് ഏത് നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്? അതുപോലെ തന്നെ മേ ബി നിങ്ങളിൽ കുറെ പേര് എഴുതുന്ന ആദ്യത്തെ OMR എക്സാം ആയിരിക്കും ചിലപ്പോൾ ഇത്. സോ OMR എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ആൻഡ് എക്സാം ഹാളിന് കുറെ കുട്ടികൾ ഇത് തെറ്റിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് തെറ്റുകൾ വരാതെ നമ്മുടെ ഇസാറ്റ് 3.0 നല്ല സിമ്പിൾ ആയിട്ട് കൂൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ആദ്യത്തെ കാര്യം, നിങ്ങൾ ഉറപ്പാക്കുക നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നമ്മളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം എൻഷുർ ചെയ്യണം. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് തന്നെ അത് പ്രിന്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾ പ്രിന്റ് ചെയ്ത് വെക്കുക. എക്സാം ഹാളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഹാൾ ടിക്കറ്റും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ റോൾ നമ്പർ ആണ് കേട്ടോ. ഇവിടെ കാണാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിന്റെ മേലെയായിട്ട് റോൾ നമ്പർ കാണാം. ഈ നമ്പർ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള റോൾ നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. സോ നമുക്ക് നമ്മുടെ OMR ആൻസർ ഷീറ്റിൽ നമ്മൾ ആ റോൾ നമ്പർ നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ആ റോൾ നമ്പർ ആണ് ആക്ച്വലി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് കേട്ടോ. സോ അത് വളരെ നിർബന്ധമാണ്. ഓക്കെ, റോൾ നമ്പർ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. പിന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ, അതുപോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും നിങ്ങളുടെ സെന്ററും ഒക്കെ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ, ഹാൾ ടിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എവിടെയാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ആൻഡ് തൊട്ട താഴെയായിട്ട് അതിന്റെ ലൊക്കേഷൻ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏത് ഷിഫ്റ്റിലാണ് എക്സാം, അതായത് ചില സെന്റേഴ്സിൽ ഷിഫ്റ്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഷിഫ്റ്റുകളായിട്ട് എക്സാം ഉണ്ടാവാറുണ്ട്. സോ നിങ്ങൾ നോക്കുക, നിങ്ങൾ എക്സാം ഹാൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം നോക്കുക നിങ്ങൾക്ക് ഏത് ഷിഫ്റ്റിലാണ് എക്സാം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. ആൻഡ് ആ ഷിഫ്റ്റിന്റെ സമയവും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ അവിടെ സ്കൂളിൽ എപ്പോഴാണ് എത്തേണ്ടത് കണ്ടോ, ക്ലാസ് എൻട്രി എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്ത് ഇരിക്കണം. ആൻഡ് എക്സാം തുടങ്ങുന്ന സമയമായിരിക്കും, ഇതിപ്പോ ഫസ്റ്റ് ഷിഫ്റ്റ് ആണ്, അപ്പൊ 10 മണിക്കാണ് എക്സാം തുടങ്ങുന്നത്. സോ 1 hour ആണ് നമ്മുടെ എക്സാമിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആ ഒരു ഹാൾ ടിക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മുടെ റോൾ നമ്പർ നിങ്ങൾ നോക്കി വെക്കണം. നെക്സ്റ്റ് ഇതാ എവിടെയാണ് അല്ലെ, ഏത് ഷിഫ്റ്റിലാണ് നമുക്ക് എക്സാം വരുന്നത്. കാരണം കുറെ കുട്ടികൾ കാണാറുണ്ട്, ചിലപ്പോൾ ചോദിക്കാറുണ്ട് മിസ്സേ, അതായത് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെന്റർ ഏതാണോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സെന്റർ ഏതാണോ ആ സെന്ററിൽ നിങ്ങൾ പോയിട്ട് നോക്കുമ്പം മേ ബി ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും, കുഴപ്പമില്ല, നിങ്ങൾക്ക് സെക്കൻഡ് ഷിഫ്റ്റിൽ എഴുതാം. പക്ഷെ ചിലപ്പോൾ ആ ഒരു സ്കൂളിൽ 3 ഷിഫ്റ്റ് വരെ മാത്രമേ എക്സാം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടും ചില ആൾക്കാർ വന്നിട്ട് 4ാമതൊരു ഷിഫ്റ്റ് നടത്താമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയില്ല. സോ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി പറയുന്നത് എന്ത്, ഈ ഷിഫ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിട്ട് വരിക കേട്ടോ. പിന്നെ നമ്മുടെ സ്കൂളിന്റെ ലൊക്കേഷൻ നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ്, ഈ പറഞ്ഞ ഹാൾ ടിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ വേറെ എക്സ്ട്രാ എന്താണ്, യെസ്, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മേലെ മാർക്ക് ചെയ്യാൻ വളരെയൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് കേട്ടോ. അതുപോലെ തന്നെ എക്സാമിന്റെ ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ അവിടെ സ്കൂളിൽ എത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിയുള്ള വേറെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ OMRൽ മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പെൻസിൽ അല്ലെങ്കിൽ ഇങ്ക് പെൻ ഒന്നും യൂസ് ചെയ്യരുത്, ജെൽ പെന്നും യൂസ് ചെയ്യരുത്. ബോൾ പോയിന്റ് പെൻ, റെഡ് അല്ല ബ്ലാക്ക് ഓർ ബ്ലൂ കളറിലുള്ള ബോൾ പോയിന്റ് പെന്ന് തന്നെയാണ് നിങ്ങൾ എന്തിനു യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ OMRൽ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. കാരണം ജെൽ പെന്നോ ഇങ്ക് പെന്നോ ആകുമ്പോൾ എന്ത് ചെയ്യില്ല, ആ മെഷീൻ അത് റീഡ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിന്റ് പെന്ന് വേണമെന്ന് പറയുന്നത് കേട്ടോ. യെസ്, അത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. ഇനി ഇതാണ് നമ്മുടെ ആൻസർ ഷീറ്റ്. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇനി മിസ് ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഹാൾ ടിക്കറ്റിലെ നമ്പർ നോക്കി വെക്കണം എന്ന്. ചില സമയത്ത് കുട്ടികൾ ഹാൾ ടിക്കറ്റ് കൊണ്ടുവരാൻ ചില കുട്ടികൾ മറന്നു പോവാറുണ്ട്. അങ്ങനെ അത്യാവശ്യമായിട്ട് മറന്നുപോയി വേറെ ഒരു രക്ഷയുമില്ല, അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റിയില്ല, പ്രിന്റ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ കേടുപാട് വന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആകുമ്പോൾ മാത്രം എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ റോൾ നമ്പർ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, അവിടെയുള്ള റോൾ നമ്പർ, അങ്ങനെയുള്ള റോൾ നമ്പർ അലൗ ചെയ്യാറുണ്ട്. ബാക്കി ഒരു സമയത്തും അലൗ ചെയ്യാറില്ല. സോ നിങ്ങൾ എന്തായാലും ഹാൾ ടിക്കറ്റ് കൊണ്ടുവരണം എന്നുള്ള നിർബന്ധം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഹാൾ ടിക്കറ്റിനകത്തുള്ള ആ റോൾ നമ്പർ എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾ അതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് നിന്ന് ടീച്ചർ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ OMR ഷീറ്റ് തന്നു വിചാരിക്കാം. ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു നമ്പർ 1 2 3 6 7 9 8 5 അല്ലെങ്കിൽ പോട്ടെ, യെസ് 5 3
2. ഇങ്ങനെ ഒരു നമ്പറാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് ചുമ്മാ വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള രജിസ്റ്റർ നമ്പർ നിങ്ങൾ ആദ്യം തന്നെ ദാ മേലെ ഇങ്ങനെ ഏതാണോ നമ്മുടെ രജിസ്റ്റർ നമ്പർ അത് നമ്മൾ അവിടെ നല്ല കൃത്യമായിട്ട് എഴുതി വെക്കാം. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കാം. എന്നതിന്റെ ശേഷം നമ്മൾ ഇതാ താഴെയുള്ള ഈ ബബിൾസ് ഉണ്ടല്ലോ അതിനകത്ത് ഫില്ല് ചെയ്യണം. ഇപ്പൊ ഇവിടെ ദാ 1 കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പൊ മിസ് ഇതാ 1 ഇവിടെ ഇങ്ങനെ ഡാർക്ക് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ നമ്മൾ 1 ഇവിടെ ഡാർക്ക് ചെയ്യാം. നെക്സ്റ്റ് 2 ആണ്. അപ്പൊ ദാ ഈ 2 എവിടെയാണോ എഴുതിയിട്ടുള്ളത്, കണ്ടോ ഇവിടെ ഇപ്പൊ 2 ഇല്ല, ഇവിടെയല്ലേ എഴുതിയിട്ടുള്ളത്. സോ 2ന്റെ താഴെ വരുന്ന കോളത്തിന്റെ അകത്ത് തന്നെ നമ്മൾ 2 ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, കണ്ടോ. ഇനി നെക്സ്റ്റ് ഇതാ സപ്പോസ് നമുക്ക് ഇവിടെ 0 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. ഇതാ ഇവിടെ 0 എന്ന് പറഞ്ഞൊരു നമ്പർ എഴുതാണ്ട്. അപ്പൊ ഇതാ 0 ഇതാ ഇവിടെ നമ്മൾ ഇതാ ഇവിടെ മാർക്ക് ചെയ്യും. കണ്ടോ, 5. അതായത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉള്ള നമ്പർ നിങ്ങൾ മേലെ ഇങ്ങനെ എഴുതി വെക്കുക. ആൻഡ് ആ മേലെ എഴുതി വെച്ചിട്ട് ഇവിടെ 1 വരികയാണെങ്കിൽ 1ന്റെ നേരെ താഴെ കാണുന്ന ബബിളിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഇതാ ഇവിടെ നോക്കി, ഇപ്പൊ ഇവിടെ 8 ഉണ്ട് അല്ലെ, ഇതാ ഇവിടെ 8 കാണുന്നുണ്ടല്ലോ. സോ ആ 8ന് നേരെ താഴെ കാണുന്ന ദാ ഇവിടെ വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ആൻസർ ഷീറ്റ് ഒരു മെഷീൻ ആണ് റീഡ് ചെയ്യുക കേട്ടോ. സോ ആ മെഷീനിന് ഇതാ ഈ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ റീഡ് ചെയ്യാനുള്ള കഴിവുള്ളത്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. കണ്ടോ 6, ഇപ്പൊ ഇവിടെ 3 വരുന്നുണ്ട് അല്ലെ, ഇവിടെ 3, ഇത് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇത് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യണം. നിങ്ങൾ ഇതാ സപ്പോസ് ഇങ്ങനെ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, ഇത് റീഡ് ചെയ്യില്ല, ഇത് തെറ്റാണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും മാർക്ക് ചെയ്യരുത്. പിന്നെ ചില വീട്ടിൽ ചെയ്യാറുണ്ട്, ഇങ്ങനെ ടിക്ക് ഇട്ട് വെക്കും. 7 ആണ്, ഇങ്ങനെ ടിക്ക് ഇട്ട് വെക്കും. അങ്ങനെ ടിക്ക് ഇട്ട് വെക്കരുത്, അതും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ മെഷീൻ റീഡ് ചെയ്യില്ല. പിന്നെ ചില ആൾക്കാര് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഉറപ്പാക്കുക കേട്ടോ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ 9 ആണെന്നുണ്ടെങ്കിൽ ആ 9 എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ മാർക്ക് ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കുക. അല്ലാത്ത മാർക്കിങ്സ് ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, ആ മെഷീൻ റീഡ് ചെയ്യില്ല. സോ ഇങ്ങനെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ഇതാ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മേലെ ഉണ്ടാവും A, B, C ഓർ D ആണോ ഏതാണുള്ളത്. സോ നിങ്ങൾക്ക് A ആണ് അല്ലെങ്കിൽ B ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ B നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യുക, B ഡാർക്ക് ചെയ്യണം. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ, അതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മേലെ നിങ്ങൾക്ക് ഒരു നമ്പർ ഉണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ നമ്മുടെ ഹാളിൽ നിൽക്കുന്ന ഇൻവിജിലേറ്ററിന്റെ അടുത്ത് ചോദിക്കാട്ടോ അത് ഏത് നമ്പർ ആണെന്നുള്ളത്. സോ അവിടെ നമ്പർ ഏതാണോ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക, ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക അവിടെ എഴുതി വെക്കുക. ദെൻ സ്റ്റുഡന്റ് നെയിം, അപ്പൊ നിങ്ങൾ അവിടെ നിങ്ങളുടെ പേര്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അവിടെ എഴുതി വെക്കാം. അടുത്തത് ക്ലാസ് അല്ലെങ്കിൽ സെക്ഷൻ. നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ +2 എഴുതുക, അല്ലെങ്കിൽ 10th പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 10th എന്നുള്ളത് എഴുതി വെക്കുക കേട്ടോ. ദെൻ ഡേറ്റ് ഓഫ് എക്സാം ഏതാണ്, നമ്മുടെ 4-ാം തീയതി ആണല്ലോ എക്സാം അല്ലെ. സോ 04/01/2026 എന്നുള്ള ഡേറ്റ് എഴുതാം. ടെസ്റ്റ് നെയിം ESAT 3.0, ESAT 3.0 ഇതാണ് നമ്മുടെ ടെസ്റ്റ് നെയിം വരിക കേട്ടോ. എക്സാമിന്റെ പേര് അതാണ്. ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ എന്നുള്ളടത്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സാം ഹാളിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർ ഉണ്ടല്ലോ, അവർ വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സൈൻ ചെയ്ത് തരണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബാക്കി ഇതാ നമ്മുടെ എക്സാമിന്റെ ഇങ്ങനെ നമുക്ക് കാണാം, നമ്മുടെ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ ഒരുപാട് ബബിൾസ് ഉണ്ടാവുക. സോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഏതാണോ ആ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബബിൾ ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇത്രയും വരെ മാർക്ക് ചെയ്തിടുക, ഇങ്ങനെ ഒന്നും ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ആൻസർ ഏതാണെന്നോ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഉത്തരം ഏതാണോ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ റൗണ്ട് ഫുള്ള് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. അതേ ഉള്ളൂ മെഷീൻ റീഡ് ചെയ്യുക. സോ അത്യാവശ്യം ഈ ഒരു എക്സാമിന് കുട്ടികൾ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ഡൗട്ട്സും മിസ് പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് നമ്പർ ഇത് എഴുതുന്നത് നിങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കംപ്ലീറ്റ് സാധനം തെറ്റും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ശരിയാക്കി എഴുതി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒറ്റ മാർക്കും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം നിങ്ങളുടെ ഈ രജിസ്റ്റർ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കേട്ടോ. സോ ഇത് മേലെ കൃത്യമായിട്ട് തെറ്റാതെ ഹാൾ ടിക്കറ്റ് നോക്കി താഴേക്ക് എഴുതുക. എന്നിട്ട് മേലെ കൊടുത്ത നമ്പർ ഏതാണോ അത് തന്നെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കളർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അവിടെ ഡാർക്ക് ചെയ്ത് പോവുക. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ ESAT 3.0 വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആവട്ടെ. നിങ്ങൾ എല്ലാവർക്കും സ്കോളർഷിപ്സ് ഒക്കെ തന്നെ കിട്ടട്ടെ. 100% സ്കോളർഷിപ്പ് വരെ കിട്ടി പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ എഡ്യൂപോർട്ടിൽ ഉണ്ട് അല്ലേ. സോ അതുപോലെ തന്നെയുള്ള ഭാഗ്യമുള്ള ഒരു കുട്ടി നിങ്ങളാവട്ടെ എന്ന് മിസ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും നാളെ ESAT എക്സാമിന് കാണാം. ഓക്കെ, ബൈ.